ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ സർക്കിളിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരച്ച് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ച ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു ആർക്ക് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 4 പോയിൻറ്റ്സിലും സെൻറ്ററാക്കി വെച്ച് ഇങ്ങനെ ആർക്ക് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പോയിൻറ്റ്സ് സെൻറ്ററായിട്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ആർക്കുകൾ വരയ്ക്കാൻ. ഇതുപോലെ തന്നെ ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച 4 പോയിൻറ്റ്സും സെൻറ്ററായി വരുന്ന രീതിയിൽ ആർക്ക് വരച്ചെടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു സർക്കിൾ ഇതാ ഇതുപോലെ പുറത്തേക്ക് വരച്ചെടുക്കുക. ഇതുപോലെ ഒന്നുകൂടെ സൈസ് കുറച്ച് വരച്ചെടുക്കുക. ഇനി നമ്മൾ അവിടെ 2 ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ ലൈൻസ് വരച്ച് അതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും. ഇനി നമ്മൾ ആദ്യം വരച്ച 2 ലൈൻസ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. അതൊന്ന് കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജോമെട്രി. ഇനി പുറത്ത് ആദ്യം വരച്ച നമ്മളെ സർക്കിൾ അത് എറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കണം. ബ്ലാക്ക് കളറാണ് ചെയ്തെടുക്കുന്നത്. കളർ ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം അവിടെ കളർ ചെയ്തെടുക്കാം. ഇനി അകത്ത് കളർ ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പുറത്ത് നമ്മൾ വരച്ച സർക്കിള് ഒന്ന് ആൾട്ടർനേറ്റീവായി കളർ ചെയ്തെടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഭാഗത്താണ് കളർ ചെയ്യേണ്ടതെന്ന്. അതുപോലെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയുള്ളൊരു ജോമെട്രിയാണ്. എല്ലാവരും വരച്ച് നോക്കുക.